ഹലോ ഹായ്. അപ്പോൾ എൻ്റെ അമ്മ ഇന്ന് എനിക്ക് കർക്കിടകമായിട്ട് കൊണ്ടുവന്ന് തന്ന ഒരു സ്പെഷ്യൽ ഐറ്റം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കേട്ടോ. ഇതാണ് ഐറ്റം. ഇതെന്താന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൗളിലിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം. കാണുന്നുണ്ടോ? ഇതമ്മ എനിക്ക് കർക്കിടകത്തിന് മെയിനായിട്ടും ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ ഉള്ളത് ഉലുവയും അരിയുമാണ്, ശർക്കര ഇട്ടിട്ടുണ്ട് കൂടെ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് നോക്കിക്കേ, കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ്. കപ്പലണ്ടി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം കയ്പുള്ളൊരു ഐറ്റമാണ്. ഉലുവയല്ലേ, ഉലുവൊക്കെ കയ്പാണല്ലോ, അപ്പോൾ കയ്പുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് ആരോഗ്യ ഗുണങ്ങൾ ഇതിന് കൂടുതലാണ്. അമ്മ മെയിനായിട്ടും കർക്കിടകത്തിലാണ് ഇത് ഉണ്ടാക്കി തരാറ്. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അമ്മ ഉണ്ടാക്കി കഴിഞ്ഞ് കൊണ്ടുവന്നത് കൊണ്ടിട്ട് എനിക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുതരാം, കൂടെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും പറയാം. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഇത് ഹാഫ് ഗ്ലാസ് ഉലുവയും ഒരു ഫുൾ ഗ്ലാസ് നമ്മുടെ ചോറുണ്ടാക്കുന്ന അരിയില്ലേ, പുഴുക്കലരി, അതുമാണ് എടുക്കേണ്ടത്. രണ്ടും സെപ്പറേറ്റ് വറുത്തിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഹാഫ് ഗ്ലാസ് ഉലുവയും ഒരു ഗ്ലാസ് നമ്മുടെ പുഴുക്കലരിയും, ചോറുണ്ടാക്കുന്ന അരിയും, ഇത് വറുത്തിട്ട് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇനി നെക്സ്റ്റ് വേണ്ടത് ശർക്കരയാണ്. ശർക്കര നമ്മുടെ ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യത്തിന് എടുക്കുക. കുറച്ച് തേങ്ങയും കൂടെ ചിരകി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ശർക്കര, നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് ഈ രണ്ട് പൊടികളും ഇട്ട് മിക്സ് ചെയ്യുക. കൂടെ നമ്മുടെ മിക്സിയിൽ ക്രഷ് ചെയ്ത തേങ്ങാപ്പീര അതും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഇതുപോലെ കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉലുവയാണ്. നമുക്ക് കഴിക്കുമ്പോൾ നല്ല കയ്പ്പ് ഉണ്ടാവുന്ന ഒരു ഐറ്റം. അപ്പോൾ നമ്മൾ ശർക്കര ആവശ്യത്തിന്, ശർക്കര കുറവാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കയ്പ്പുണ്ടാവും. ഇതിപ്പോൾ എനിക്ക് അമ്മ തന്നതിൽ വലിയ കയ്പ്പ് ഇല്ല. ശർക്കര അമ്മ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്, അതാ കാര്യം. അപ്പോൾ ശർക്കര കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്പ്പില്ലാതെ കഴിക്കാൻ പറ്റും, വലിയ കുഴപ്പമില്ലാതെ. പിന്നെ നെയ്യ് മസ്റ്റാണ്. നെയ്യും കൂടെ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇത് നല്ല ശരിക്ക് പാകമാക്കി ഇളക്കിയെടുക്കുക. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ടിയായിട്ട് വരാൻ തുടങ്ങും. കട്ടിയായിട്ട് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുത്ത്, ചെറിയ ചൂടോടെ ഒന്ന് തണുത്ത് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ പിടിച്ച് ഉണ്ടകളാക്കി നമുക്ക് സൂക്ഷിക്കാം. ഇതിപ്പോൾ അമ്മ ഒരു 30 ഉണ്ടകളാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിതെങ്ങനെ കഴിക്കാം എന്ന് നോക്കാം. ഇത് കഴിക്കേണ്ടത് ഒരു ദിവസം രണ്ടെണ്ണം കഴിക്കാം. ഒരെണ്ണം കഴിക്കുന്നവരും ഉണ്ട്. ഞാൻ 2 കഴിക്കാറ്. 2 കഴിച്ചാൽ കുറച്ചുകൂടി നല്ലത്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വെറും വയറ്റിൽ 2 കഴിക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ കഴിച്ചാലാണ് അതിൻ്റെ കൂടുതൽ ഫലം നമുക്ക് കിട്ടാറ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉലുവ നമ്മുടെ മുഖ സൗന്ദര്യത്തിനും നമ്മുടെ ത്വക്കിനും മുടിക്കും ബെറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ രണ്ടാമതായിട്ടുള്ള കാര്യം നോക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ സ്ത്രീകളുടെ ഓവറിയും പിന്നെ അതുപോലെ യൂട്രസിൻ്റെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ ഒരു പ്രധാന ഘടകമാണെന്ന് തന്നെ പറയാം. കാരണം ഈ കർക്കിടക കാലത്ത് പല പേശികളും അതുപോലെ പല അസ്ഥികളും എളുപ്പമായി പോകുന്നു, അല്ലെങ്കിൽ ഇളയതായി പോകുന്നു എന്നൊക്കെ കുറച്ച് മുതിർന്നവർ, എൻ്റെ അമ്മാമ്മയൊക്കെ സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവ കഞ്ഞിയൊക്കെ ഈ കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഉലുവ കഞ്ഞി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്, അത് 3 ദിവസം 9 ദിവസം കഴിക്കുന്ന പലവരും ഉണ്ട്. അപ്പോൾ ഈ ഉലുവ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ബെറ്റർ ഓപ്ഷനാണ്. നമ്മുടെ സ്ത്രീകളുടെ ഹെൽത്ത്, നമ്മുടെ പീരീഡ്സ്, റെഗുലറായിട്ട് വരാത്ത പീരീഡ്സ്, അതുപോലെ PCOD പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഉലുവ ബോൾസ് കൊണ്ടിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. സ്ത്രീകളുടെ യൂട്രസിൻ്റെ ഹെൽത്തും ഓവറി ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ ബെറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ പീരീഡ് സൈക്കിൾ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട്
ഉലുവ ഒരു നല്ലൊരു ഓപ്ഷനാണ്. മൂന്നാമതായിട്ടുള്ള ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ചൂട് ഉയർത്തുന്നു എന്നുള്ളതാണ് ഈ ഉലുവ ചെയ്യുന്ന വേറൊരു കാര്യം. അതായത് സത്യം പറയുമെങ്കിൽ നമ്മൾ ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മഴക്കാലമാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയർത്തി, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലും എല്ലാം ഈർപ്പം ഉള്ള കാലാവസ്ഥ ആയതുകൊണ്ടിട്ട് നമ്മുടെ ശരീര താപനില ഉയർത്തി നമ്മുടെ കോൾഡ്, അതുപോലെ ചുമ, അങ്ങനത്തെ സ്കിൻ ഇഷ്യൂസ്, ഇറിറ്റേഷൻസ് എല്ലാം ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് ഇൻറ്റേർണൽ ഒരു ഹീറ്റ് നമ്മുടെ ശരീരത്തിൽ ഈ ഉലുവയ്ക്ക് തരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നാലാമതായിട്ടുള്ള ഗുണം നോക്കാം. എൻ്റെ അമ്മ എനിക്കിത് തരുന്നത് എൻ്റെ നടുവേദന ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തും അമ്മ ഇത് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത്, നീ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന ഒക്കെ മാറിക്കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. ശരിയാണ്, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ശരിക്കും ഒരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അമ്മ ഇതെനിക്ക് ഉണ്ടാക്കി തന്നതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ബാക്ക് പെയിനിൽ കുറവ് വന്നത് എന്ന് പറയാം. ഫസ്റ്റത്തെ ഡെലിവറിക്ക് എനിക്ക് ഫുള്ളായിട്ട് മാറി എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ എനിക്ക് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കർക്കിടക കാലത്ത് നമ്മുടെ അസ്ഥികളും പേശികളും കുറച്ച് അയഞ്ഞ് ലൂസായിട്ടൊക്കെ ഇരിക്കാറ്. അസ്ഥികൾക്കും പേശികൾക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കൂടിയാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. നമ്മുടെ ബാക്ക് പെയിനും ബോഡി പെയിനും മസ്റ്റായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റത്തിന് സാധിക്കും. ഇനി ഇത് ആർക്കൊക്കെ കഴിക്കരുത് അതും കൂടെ പറഞ്ഞുതരാം. നമുക്ക് അസിഡിറ്റി കൂടുതലുള്ള ആളുകൾ ഈ ഉലുവ ഉണ്ട കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രഗ്നൻ്റ് ആയ ലേഡീസും കഴിക്കരുത് എന്ന് പറയുന്നത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ നേടിയതിന് ശേഷം മാത്രം ഇത് കഴിക്കുക. ഉലുവ ഉണ്ട നമ്മുടെ ശരീരത്തിലെ താപനില ഉയർത്തുന്നു, ചൂട് കൂടുതലാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സാധാരണ എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരുപോലെ ആകണം എന്നില്ല. ചിലവർക്കൊരു കൂൾ ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കാം, ചിലർക്ക് കുറച്ച് ചൂടായിട്ടുള്ള ഒരു ശരീരപ്രകൃതി ആയിരിക്കാം. ചൂട് കൂടിയവർ ഇത് കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ അസിഡിറ്റി, ചൂട് കൂടിയവർ, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസ് ഇത് കഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നേടിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. അപ്പോൾ കർക്കിടകത്തിൽ കൂടുതലും നമ്മൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അതുപോലെ തന്നെ പ്രതിരോധവും നോക്കുന്ന ആളുകളാണ് മലയാളികൾ. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കുക. കർക്കിടകത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കഴിക്കാം. നടുവേദനയുള്ളവർ, ബാക്ക് പെയിൻ ഉള്ളവർ ഇത് കഴിച്ചൊന്ന് നോക്കൂ. നിങ്ങളുടെ ബാക്ക് പെയിൻ എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയൂ കേട്ടോ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ ഗുണങ്ങളും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ അമ്മ എനിക്ക് കർക്കിടകമായിട്ട് ഉണ്ടാക്കി, അമ്മ വരാനുള്ളൊരു കുറച്ചൊന്ന് വൈകിപ്പോയി. പക്ഷേ എന്നാലും ഞാനിത് കഴിച്ചു തുടങ്ങാണ്. കർക്കിടകം കഴിഞ്ഞാലും നമുക്കിത് കഴിക്കാം കേട്ടോ. കർക്കിടകത്തിൽ മാത്രമല്ല, കർക്കിടകം കഴിഞ്ഞാലും ഈ ഉലുവ ഉണ്ട കഴിക്കാം. മാക്സിമം ഒരു 30 എണ്ണം അത്രയൊക്കെ മതിയാകും. അപ്പോൾ ബെറ്ററായിട്ടുള്ളൊരു ഹെൽത്ത് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.